പവർ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെയ്ലർ ആൻഡ് മക്ലോറിൻ സീരീസ്. ഇതുവരെ നമ്മൾ ഒരു പവർ സീരീസ് തന്നാൽ അത് എവിടേക്ക് കൺവെർജ് ചെയ്യണു, അത് ഏത് ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചിരുന്നത്. ഇപ്പം നമ്മൾ തിരിച്ച് ചിന്തിക്കുകയാണ്. നമുക്കൊരു ഫംഗ്ഷൻ തന്നു, ആ ഫംഗ്ഷൻ ഏത് പവർ സീരീസിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പം അതിനുള്ള ഒരു ആൻസർ, അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ടെയ്ലർ ആൻഡ് മക്ലോറിൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അടുത്ത തിയറത്തിലേക്ക് വരാം. നമുക്കൊരു ഫംഗ്ഷൻ തരണു, ആ ഫംഗ്ഷൻ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതുപയോഗിച്ച് നമുക്കൊരു സീരീസ് ഉണ്ടാക്കാൻ പറ്റും. ടെയ്ലർ സീരീസും മക്ലോറിൻ സീരീസ് ഇങ്ങനെ തുടങ്ങുന്ന ചില പവർ സീരീസുകളാണ് ഇതെല്ലാം. ചില സീരീസുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഫംഗ്ഷന് ഒരു പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന സീരീസ് ആയിരിക്കും എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ നമ്മുടെ ആദ്യത്തെ തിയറം എന്താണ് എന്ന് നോക്കാം. ഇഫ് എഫ് ഹാസ് എ പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ അറ്റ് സി, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ നമുക്ക് പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ സമ്മേഷൻ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ എക്സ് മൈനസ് സി ദ ഹോൾ പവർ എൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും വിത്തിൻ ദ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ്. സോ വെൻ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ആർ, ഇവിടെ ആർ എന്ന് പറയുന്നത് നമ്മളിവിടെ ആർ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് റേഡിയസ് ഓഫ് കൺവെർജൻസിനെയാണ്. So within the interval of convergence we can represent f of x as summation n equal to 0 to infinity a n x minus c the whole power n. ഈ പവർ സീരീസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ടെയ്ലർ നമ്മളോട് പറയുന്നത് ഇതാണ്. ഈ എ എൻ എക്സ് നമുക്കൊരു വേരിയബിൾ ആണ്, സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ എൻ എന്ന് പറയുന്നത് 0 ടു ഇൻഫിനിറ്റി വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അറിയാത്ത ഒരാളെന്ന് പറയുന്നത് എ എൻ ആണ്. ദാറ്റ് എ എൻ വിൽ ബി nth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സി ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ആയിരിക്കും എന്നാണ് നമ്മളോട് പറയുന്നത്. സോ എ എൻ വിൽ ബി nth ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് സി ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ. സോ എ എന്നിനെ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു summation n equal to 0 to infinity f n of c by n factorial into x minus c the whole power n. Expanded formula ആണെങ്കിൽ f of c plus f prime of c into x minus c plus f double prime of c by 2 factorial times x minus c square plus f third derivative of f at c by 3 factorial times x minus c the whole cube plus etc. ഇതിനെയാണ് നമ്മൾ ടെയ്ലർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് സി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്. എഫിന് ഒരു പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ആ പവർ സീരീസ് ആരാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഈ മെത്തേഡ് ഉള്ളത്. ഇത് വിത്തിൻ ഇൻ്റർവൽ ഓഫ് കൺവെർജൻസിൽ മാത്രമേ ഈ പറയുന്ന പവർ സീരീസ് എഫ് ഓഫ് എക്സിലേക്ക് കൺവെർജ് ചെയ്യുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് അത് വേറെ ഫങ്ഷൻസിലേക്ക് ആവാം, അല്ലെങ്കിൽ കൺവെർജ് ചെയ്യാതെ വരാം, അങ്ങനെയൊക്കെ ഉണ്ട്. സോ എഫിന് പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉള്ള കേസിൽ ആ പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഇതായിരിക്കും. നൗ അപ്പോൾ ഒന്നും കൂടി കാര്യം നോട്ട് ചെയ്യുക. If the function f has a power series representation at c, then that power series is the Taylor series. Converse may not be true. That is, if f is an infinitely differentiable function at x equal to c, then we can always find its Taylor series centered at c, but that power series may not converge to f itself. നമ്മൾ എന്തായാലും ഈ സെഷൻ കഴിയുന്നിടത്തോളം, അല്ലെങ്കിൽ ഈ സെക്ഷൻ കഴിയുന്നിടത്തോളം നമ്മൾ പവർ എഫിൻ്റെ ടെയ്ലർ സീരീസും മക്ലോറിൻ സീരീസും എല്ലാം എഫിലേക്ക് തന്നെയാണ് കൺവെർജ് ചെയ്യുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അങ്ങനെയുള്ള എക്സാമ്പിൾസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി മക്ലോറിൻ സീരീസ് എന്താണെന്ന് വെച്ചാൽ, ടെയ്ലർ സീരീസിൽ നമ്മൾ
പവർ സീരീസ് എബൌട്ട് എക്സ് ഈക്വൽ ടു സി ആണ് പറഞ്ഞത്. ആ സി ഒറിജിൻ ആണെങ്കിൽ, ആ സി 0 ആണെങ്കിൽ എന്താണോ അതാണ് മക്ലോറിൻ സീരീസ് എന്ന് പറയുന്നത്. സോ മക്ലോറിൻ സീരീസ് ഈസ് ദ ടൈലർ സീരീസ് അബൌട്ട് ദി ഒറിജിൻ. സോ ബൈ ടൈലർ സീരീസ് വി ഹാവ് f of x is equal to f of c plus f prime of c into x minus c plus f double prime of c by 2 factorial times x minus c square plus etc. ഇതിൽ put c equal to 0. c equal to 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും f of x is equal to f of 0 plus f prime of 0 into x plus f double prime of 0 by 2 factorial times x square plus etc. General term will be nth derivative of f at 0. Here there should be a 0 here. Nth derivative of f at 0 by n factorial times x power n plus etc. ഇതിനെയാണ് നമ്മൾ എഫിന്റെ മക്ലോറിൻ സീരീസ് റെപ്രസെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെയും നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇത് ഇന്റർവൽ ഓഫ് കൺവെർജൻസിൽ മാത്രമാണ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നത്, അല്ലാത്ത സ്ഥലത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് മക്ലോറിൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ പവർ എക്സ്. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. സോ നമുക്ക് മക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റിംഗ് ദ ഫംഗ്ഷൻ എഫ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് 0 പ്ലസ് നമ്മുടെ ഫോർമുല ഇതാണ് മക്ലോറിൻ സീരീസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. സോ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ പവർ എക്സ് ആണ്, വിച്ച് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് ഇൻഫിനിറ്റ്ലി മെനി ടൈംസ്. സോ നമുക്ക് നോക്കാം, ഇവിടെ എഫ് ഓഫ് എക്സ് ഇ പവർ എക്സ് ആണ്. ദെൻ എഫ് ഓഫ് 0, വി ഹാവ് ടു ഗെറ്റ് എഫ് ഓഫ് 0. എഫ് ഓഫ് 0 ഈസ് ഇ പവർ 0 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് വേണ്ടത് എഫ് പ്രൈം ഓഫ് 0ന്റെ വാല്യൂ ആണ്. എഫ് പ്രൈം ഓഫ് എക്സ് ഇസ് ഇ പവർ എക്സ്. സോ എഫ് പ്രൈം ഓഫ് 0 ഈസ് അഗെയിൻ 1. ഇതുപോലെ ഇനി എഫ് ഡബിൾ പ്രൈം ഓഫ് 0, എഫ് ഡബിൾ പ്രൈം ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ പവർ എക്സ് തന്നെയാണ്, സെക്കൻഡ് ഡെറിവേറ്റീവും ഇ പവർ എക്സ് തന്നെയാണ്. ദെൻ വെൻ എക്സ് ഈക്വൽ ടു 0 ഇറ്റ് വിൽ ബി 1 അഗെയിൻ. സോ ഇവിടെ ഫംഗ്ഷൻ ഇ പവർ എക്സ് ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും ഇ പവർ എക്സ് തന്നെയാണ്. സോ 0യിലുള്ള വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 1 തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എഫ് ഓഫ് 0, എഫ് പ്രൈം ഓഫ് 0, ഈ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദ കറസ്പോണ്ടിങ് മക്ലോറിൻ സീരീസ് ഇസ് 1 പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് പവർ 4 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. ഈ പവർ എക്സിൻ്റെ ഈ എക്സ്പാൻഷൻ +2 ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഏത് പോർഷനിലാണ്, എവിടെയാണ് ഈ സീരീസ് ഇ പവർ എക്സിനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതായത് റേഡിയസ് ഓഫ് കൺവെർജൻസ് കണ്ടുപിടിക്കണം നമുക്ക്. ഇവിടെ യു എൻ nth ടേം എന്ന് പറയുന്നത് എക്സ് പവർ n ബൈ n ഫാക്ടോറിയൽ ആണ്. സോ നമ്മുടെ റേഷ്യോ ടെസ്റ്റ് പ്രകാരം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് യു എൻ പ്ലസ് 1 ബൈ യു എൻ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് പവർ n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ ടൈംസ് n ഫാക്ടോറിയൽ ബൈ എക്സ് പവർ n. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ലിമിറ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ n പ്ലസ് 1 എന്നാണ് വരിക. As n goes to infinity, this will converge to 0. If this limit is 0, നമ്മൾ radius of convergence ന്റെ definitionൽ പഠിച്ചിട്ടുണ്ട്. If this limit is 0, then the radius of convergence is infinity. അതായത് throughout the real line നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മക്ലോറിൻ സീരീസ് ഇ പവർ എക്സിലേക്ക് കൺവെർജ് ചെയ്യും. നമുക്കിതൊന്ന് ജോമെട്രിക്കലി നോക്കാം. ഇവിടെ ഈ ബ്രൗൺ കളറിൽ നമ്മുടെ കയ്യിലുള്ളത് ഇ പവർ എക്സിൻ്റെ ഗ്രാഫാണ്. ദെൻ ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ, അതായത് നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിലെ ആദ്യത്തെ ആളുടെ ഗ്രാഫാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ബ്ലൂ കളറിൽ. ഇനി ആസ് നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിൽ n ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും ഇതിനെന്താ സംഭവിക്കുന്നത് നോക്കാം. when I is equal to 2, the graph will be like this.
i ഈക്വൽ ടു 3 ആകുമ്പോൾ അതിങ്ങനെയാവും 4 5 6 8ലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ആസ് n എന്ന് പറയുന്നത് നമ്മൾ വലുതാക്കി കൊണ്ടുവരും തോറും അപ്പോൾ നമുക്ക് ഗ്രാഫ് കണ്ടാലറിയാം Sn converges to e power x throughout the real line എന്ന് നമുക്ക് കാണാം. നമുക്ക് കുറച്ചും കൂടി സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്നത് Sn e പവർ എക്സിനോട് അത്രയ്ക്കും അടുത്ത് വന്നിരിക്കുകയാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ജോമെട്രിക്കലി തന്നെ നമുക്കിവിടെ വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആസ് n becomes larger and larger നമ്മുടെ പവർ സീരീസ് ആ പവർ സീരീസ് കൺവേർജസ് ടു e പവർ എക്സ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ടൈലർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് റേഡിയസ് ആൻഡ് ഇൻ്റർവൽ ഓഫ് കൺവേർജൻസ്. ഇവിടെ നമുക്ക് മക്ലോറിൻ സീരീസ് അല്ല ടൈലർ സീരീസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അറ്റ് എക്സ് ഈക്വൽ ടു 1, അതായത് സി ഇവിടെ 1 ആണ്. സോ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇതിൽ എഫ് ഓഫ് എക്സ് ലോഗ് എക്സ് ആണ്, സി ഈക്വൽ ടു 1 ആണ്. സോ കറസ്പോണ്ടിങ് ടൈലർ സീരീസ് എന്ന് പറയുന്നത് ലോഗ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് എഫ് പ്രൈം ഓഫ് 1 ടൈംസ് എക്സ് മൈനസ് 1 പ്ലസ് എഫ് ഡബിൾ പ്രൈം ഓഫ് 1 ബൈ 2 ഫാക്ടോറിയൽ ടൈംസ് എക്സ് മൈനസ് 1 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇങ്ങനെയാണ് നമ്മുടെ ടൈലർ സീരീസ് ഉണ്ടാവുക. സോ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് ആണ്. സോ എഫ് ഓഫ് 1 വിൽ ബി ലോഗ് 1 വിച്ച് ഇസ് 0. എഫ് പ്രൈം ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ എക്സ് ആണ്. സോ എഫ് പ്രൈം ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. എഫ് ഡബിൾ പ്രൈം ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. സോ എഫ് ഡബിൾ പ്രൈം ഓഫ് 1 എന്ന് പറയുന്നത് മൈനസ് 1. ദെൻ നമുക്ക് വാല്യൂസ് ഇങ്ങനെ കിട്ടും. തേർഡ് ഡെറിവേറ്റീവ് അറ്റ് 1 എന്ന് പറയുന്നത് 2 ആണ്. ഫോർത്ത് ഡെറിവേറ്റീവ് അറ്റ് 1 എന്ന് പറയുന്നത് മൈനസ് 6 ആണ്. ആൻഡ് സോ ഓൺ. സോ നമുക്ക് ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് 0 പ്ലസ് എഫ് പ്രൈം ഓഫ് 1 1 ആണ്. സോ ദിസ് ഇസ് എക്സ് മൈനസ് 1 മൈനസ് ഇവിടെ വാല്യൂ മൈനസ് 1 ആയതുകൊണ്ടാണ് മൈനസ് വന്നത്. മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ എക്സ് മൈനസ് 1 സ്ക്വയർ പ്ലസ് 2 ബൈ 3 ഫാക്ടോറിയൽ എക്സ് മൈനസ് 1 ക്യൂബ് മൈനസ് 6 ബൈ 4 ഫാക്ടോറിയൽ എക്സ് മൈനസ് 1 റേസ് ടു 4 പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ദിസ് ഇസ് 1 ഫാക്ടോറിയൽ, ദിസ് ഇസ് 2 ഫാക്ടോറിയൽ, 6 ഇസ് 3 ഫാക്ടോറിയൽ. ഈ നമുക്ക് ക്യാൻസലേഷൻ ഇവിടെ ഉണ്ട്. സോ അൾട്ടിമേറ്റ്ലി നമുക്കിവിടെ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 മൈനസ് 1 ബൈ 2 എക്സ് മൈനസ് 1 സ്ക്വയർ plus 1 by 3 x minus 1 cube minus 1 by 4 x minus 1 raised to 4 plus etc. In general, the nth term will be minus 1 to the power n minus 1 divided by n times x minus 1 power n plus etc. അപ്പോൾ ഇതാണ് log xന്റെ Taylor series expansion about x equal to 1. Now we have to find radius of convergence. Interval of convergence ഉം റേഡിയസ് ഓഫ് കൺവേർജൻസും കൂടി കണ്ടുപിടിക്കാനുണ്ട്. റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ nth ടേം ജനറൽ ടേം എന്ന് പറയുന്നത് മൈനസ് 1 ടു ദ പവർ n മൈനസ് 1 എക്സ് മൈനസ് 1 ടു ദ പവർ n ഡിവൈഡഡ് ബൈ n എന്നുള്ളതാണ്. സോ റേഷ്യോ ടെസ്റ്റ് പ്രകാരം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് യു എൻ പ്ലസ് 1 ബൈ യു എൻ എന്ന് പറയുന്നത് യു എൻ പ്ലസ് 1ൻ്റെയും യു എന്നിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് limit n tends to infinity n by n plus 1 into absolute value of x minus 1 ആണ്. limit of n by n plus 1 എന്ന് പറയുന്നത് 1 ആണ്. So what remains is absolute value of x minus 1. ഈ റേഷ്യോ ടെസ്റ്റ് പ്രകാരം
ഈ ലിമിറ്റ് ലെസ് ദാൻ 1 ആകുമ്പോൾ പവർ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ഇത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമ്പോൾ ഡൈവർജൻ്റ് ആയിരിക്കും. സോ എനിക്കിനി വേണ്ടത് മോഡ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 1 ആയിരിക്കുമ്പോഴാണ് ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മോഡ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എക്സും 1ഉം തമ്മിലുള്ള അകലം 1നേക്കാൾ ചെറുതായിരിക്കാം. അപ്പോൾ എക്സിൽ നിന്ന് 1 ഡിസ്റ്റൻസ് നമുക്ക് ലെഫ്റ്റിലേക്കും പോകാം, 1 ഡിസ്റ്റൻസ് റൈറ്റിലേക്കും പോകാം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് എത്തുന്നത് 0യിലേക്കും 2യിലേക്കുമാണ്. സോ വെൻ എക്സ് ഇസ് ഇൻ ഓപ്പൺ ഇൻ്റർവൽ 0 to ഈ പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ കൺവേർജൻ്റ് ആയിരിക്കും എന്ന് ഉറപ്പാണ്. ഇനി എൻ പോയിൻറ്റ്സിലെ കൺവേർജൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ആ എൻ പോയിൻറ്റ്സിലെ കൺവേർജൻസ് കാണാനായിട്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ പവർ സീരീസ് റെപ്രസെൻറ്റേഷൻ. 0യിൽ എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ RHSലുള്ള ഈ സീരീസ് -1, -1/2, -1/3, -1/4, മൈനസ് എക്സെട്ര ഇതാണ് കിട്ടുന്നത് നമുക്ക്. അതായത് ഇറ്റ് ഇസ് നെഗറ്റീവ് ഓഫ് ഹാർമോണിക് സീരീസ്. ഹാർമോണിക് സീരീസ് ഡൈവർജൻ്റ് ആണ് എന്ന് നമുക്കറിയാം. സോ അറ്റ് എക്സ് ഈക്വൽ ടു 0 നമുക്കിപ്പോൾ കിട്ടിയ ടൈലർ സീരീസ് ഡൈവേർജൻ്റ് ആയിരിക്കും. ഇനി എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ this will be 2 minus 1, 1 minus 1/2, then 1 square, that is again 1. So 1 minus 1/2 plus 1/3 minus 1/4 plus 1/5 minus plus etc., which is the alternating harmonic series, and we know that it converges. So 0യിൽ diverge ചെയ്യും, 2യിൽ converge ചെയ്യും. So we can say that the radius of convergences are equal to 1. നമുക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. മോഡ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 1 ആയിരിക്കുമ്പോഴാണ് കൺവേർജ് ചെയ്യുക. അതായത് r ഈക്വൽ ടു 1 ആണ്. ആൻഡ് ദ ഇൻ്റർവൽ ഓഫ് കൺവേർജൻസസ് ഓപ്പൺ 0 ക്ലോസ്ഡ് 2. നമുക്കിനി ഈ കൺവേർജൻസ് ജോമെട്രിക്കലി ഒന്ന് കാണാം. സോ ഈ ഗ്രേ കളറിലുള്ളതാണ് ലോഗ് എക്സിൻ്റെ ഗ്രാഫ്. ദെൻ ഈ പർപ്പിൾ കളറിൽ നമുക്കിവിടെ ഉള്ളത് നമ്മുടെ പവർ സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആണ്. നമുക്കിതിൻ്റെ കൺവെർജൻസ് കാണാം. ഞാനിവിടെ എന്നിൻ്റെ വാല്യൂ വലുതാക്കി കൊടുക്കുകയാണ്. ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു. ദെൻ അത് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ലോഗ് എക്സിൻ്റെ. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും 0 തുടങ്ങി 2 വരെയുള്ള പോർഷനിലാണ് ലോഗ് എക്സിൻ്റെ ഗ്രാഫിൻ്റെ അടുത്തേക്ക് ഈ പവർ സീരീസ് വരുന്നത്. അല്ലാത്ത സ്ഥലത്ത് ഇതിങ്ങനെ അടുത്തേക്ക് വരാനൊരു ടെൻഡൻസി കാണിക്കുന്നില്ല. സോ ഞാനിവിടെ ഇതിൻ്റെ n ഈക്വൽ ടു 500 ആകുമ്പോൾ വരെയുള്ള പാർഷ്യൽ സംസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സോ 0 തുടങ്ങി 2 വരെയുള്ള പോർഷനിൽ ഇത് ലോഗ് എക്സിൻ്റെ ഗ്രാഫ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം SNൻ്റെ ഗ്രാഫ് ലോഗ് എക്സിൻ്റെ ഗ്രാഫിനോട് വളരെ ക്ലോസ് ആയിരിക്കുകയാണ്. സോ ഇറ്റ് കൺവേർജസ് ഇൻ 0 to. ഓക്കെ, നമ്മുടെ ഓപ്പൺ ഇൻ്റർവൽ 0 2യിൽ കൺവേർജൻ്റ് ആണ്. അറ്റ് 2 ഓൾസോ ഇറ്റ് കൺവേർജസ്. ബാക്കിയുള്ളിടത്ത് ഈ കൺവേർജൻസ് ഇല്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ കണ്ടോ, ഈ പവർ എക്സിൻ്റെ ഗ്രാഫ് ഇവിടെ ആണെങ്കിൽ SNൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്.